പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും അമ്മയും അച്ഛനും അനിയനും കാർത്തിയും എല്ലാം കൂടെ എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ഈ ഇരിക്കുന്നത് അമ്മ അവിടെ ചെന്നിട്ടുള്ള സീനാണ് കേട്ടോ. അമ്മയുടെ ചേച്ചിയാണ് ഇതുകൊണ്ട് അടുത്ത് കസേരയിലിരിക്കുന്നത് കേട്ടോ. അപ്പം അമ്മയുടെ ചേച്ചിയുടെ വീടിൻ്റെ പാലുകാച്ചാണ്. അമ്മയ്ക്ക് ഒരു ചേച്ചിയും അനിയനുമാണുള്ളത്. അനിയനാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർ 3 പേരും കൂടെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ പിറ്റേ ദിവസം പാലുകാച്ചിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പം ഞാനും കാർത്തിയും കൂടെ ഉറങ്ങാൻ കിടന്നതാണ് കേട്ടോ. അപ്പം കുറേ പിച്ചും മാന്തും ഉമ്മയും ഒക്കെ തന്ന് അങ്ങനെ ഞങ്ങൾ ഉറങ്ങി കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഗണപതി ഹോമം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഞങ്ങൾ പോയില്ല കേട്ടോ. ഞാനും കാർത്തിയും കൂട്ടി പോകണമല്ലോ. അപ്പം പുകയൊക്കെ അടിക്കുമ്പം കുഞ്ഞിനതൊരു ബുദ്ധിമുട്ടാകും. ഒന്നാമത് പനിയായിരുന്നു ഈ സമയത്ത്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഓഗസ്റ്റിലാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് എഡിറ്റ് ചെയ്തിടാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ലേറ്റായിട്ടാണ് കേട്ടോ ഇതിടുന്നത്. സെപ്റ്റംബറായി. അപ്പം ഈ പാലുകാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ് മിസ് ചെയ്തത് കേട്ടോ. കാരണം അന്ന് ഇതുപോലെ വീഡിയോയും ഫോട്ടോസും ഒക്കെ ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് ഇപ്പോഴും അതൊക്കെ കാണാമായിരുന്നല്ലോ എന്നോർത്തപ്പോൾ ഒരു നഷ്ടബോധം ഉണ്ടായി കേട്ടോ. എനിക്ക് അന്ന് ഇതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് പിന്നൊരു കാര്യമുണ്ട്, നമ്മുടെ വീടിൻ്റേതാകുമ്പോൾ നമ്മൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ പല കാര്യത്തിന് ഓടിപ്പോകുമല്ലേ. അപ്പം അന്നേരം അങ്ങനൊരു മൈൻഡും വന്നില്ല. അങ്ങനെ ഫോട്ടോ എടുക്കണമെന്നോ ആരും വീഡിയോ എടുക്കണമെന്നോ ഒന്നും ആരോടും പറയാനും പറ്റിയില്ല. ഇനി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയുകയില്ല കേട്ടോ. അപ്പം അത് 2015 കേട്ടോ. അപ്പം ആ പഴയ ഒരു കാലത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ഞാനൊന്ന് 10ാം ക്ലാസ്സിലായിരുന്നു. അങ്ങനെ 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചടങ്ങുകൾക്കായിട്ട് അച്ഛനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുഞ്ഞിനെ. കാർത്തിയപ്പോൾ അച്ഛൻ്റെ കൂടാണ്. ഞാനാണെങ്കിൽ ചന്ദനത്തിരി പിടിച്ചേക്കുന്നതുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് അച്ഛൻ നടക്കുന്നത് കേട്ടോ. അപ്പം ചേച്ചി ഇങ്ങനെ വിളക്കൊന്നും അണയാതെ സൂക്ഷിച്ച് നടക്കുവാണ്. ഇത് ചേച്ചിയും, അതായത് അമ്മയുടെ ചേച്ചിയുടെ മൂത്ത മോളാണ്. ഇളയത് 2 ട്വിൻസാണ് കേട്ടോ. അതേണ്ട ഈ പടി കയറുന്നില്ലേ, അവരാണ് കേട്ടോ. ഞങ്ങൾ നീലു മാലു എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥ പേര് ഐശ്വര്യ അനക എന്നാണ് കേട്ടോ. അപ്പം ചടങ്ങുകൾ ഇങ്ങനെ ഇനിയും ഇതെല്ലാം കഴിഞ്ഞു. 3 വലത്തിടണമായിരുന്നു. 3 വലത്തൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം അകത്തോട്ട് കയറുവാണ് കേട്ടോ. അപ്പം ഇനി വോയിസ് ഓവർ ഇല്ല കേട്ടോ. നിങ്ങൾ തന്നെ കേട്ടോ എന്താണ് അവിടെ. മംഗല്യേ ശിവേ സർവാർത്ഥസാധ്യേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമസ്തുതേ. ഏകദന്തം മഹാകായം ബുദ്ധകാഞ്ചന സന്നിഭം ഗോപുരം വിശ്വരാക്ഷം ഗുരുജനങ്ങളും അയൽവാസികളോടും ഈ നാട് കാണിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരോടും സ്വർണ്ണം ഉണ്ടായിരുന്നല്ലോ എൻ്റെ കൂടെ അച്ഛൻ്റെ സ്ഥാനത്ത് കൂടി ഇത് പുള്ളികളോട് കൊടുത്താട്ടെ. ഇനി അത് നിങ്ങൾ ഇങ്ങപ്പം തന്നിട്ട് ഭാര്യ ഏൽപ്പിക്കുക. അങ്ങനെ ചടങ്ങുണ്ട്. ഭർത്താവ് ഏൽപ്പിക്കുക എന്നുള്ള ചടങ്ങാണ് കേട്ടോ. നിങ്ങൾ തണുപ്പെന്നുള്ള കാര്യം പിന്നെ ഞാൻ എൻ്റെ വയറുഭാഗം ഏൽപ്പിച്ചു. എൻ്റെ വീട് അല്ലെങ്കിൽ അദ്ദേഹം വീട് ഏൽപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ആശയം. തന്നാൽ വ്യക്തമാക്കട്ടെ. ശംഭവം
ശിവകരം ശാന്തം ശംഭോ മഹാദേവ ശംഭോ തിരിച്ചില്ലേ അതങ്ങനെ പഴയ ആലോചിച്ച് കാലത്തെ ആലോചിക്കാം അത്രേ ഉള്ളൂ രണ്ട് കൈ കൊണ്ട് തറക്കാൻ നല്ലതായാലല്ലോ അവിടെ നിൽക്കടി നീ അവിടെ നിൽക്കേ പറയാം പതുക്കെ അതെ ആ എന്താ മോളെ കുഴപ്പമില്ല കിടത്തില്ല കിടത്തില്ലടാ ഇല്ലില്ല കിടത്തില്ല ധൈര്യമായിട്ട് എടുത്തു മറിക്കാട് മോനെ സർവ്വ ദൈവങ്ങളെ വിളിച്ച് ഇതുകൊണ്ടൊക്കെ കയറണം ഇതെല്ലാം കൊണ്ട് അതെ ഒരു സൈഡിൽ കൂടെ അപ്പൊ അതെന്തായാലും ചെയ്യുന്നത് കുറച്ച് ഒഴിക്കാം വെള്ളം ഇങ്ങോട്ട് പോന്നല്ലേ ഞാൻ നിങ്ങളോട് കയറി പോരെ അത്രേ ഉള്ളു കാര്യം അതിന് വിട്ടു മതിയുള്ളൂ രണ്ടുമില്ല വേണ്ട വിട്ടുള്ളൂ അത് മേലെ പോകണ്ട അവിടെ പോകുന്നില്ലല്ലേ നിങ്ങൾ പോകുന്നില്ലേ അവിടെ എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി ആണ് ലച്ചുക്കുട്ടി ഇപ്പൊ ദേഷ്യപ്പെട്ടിരിക്കുക സങ്കടപ്പെട്ടിരിക്കുന്ന ലച്ചു എന്താന്ന് അറിയാത്തൊരു കുഞ്ഞുവാവ ലച്ചുക്കുഞ്ഞ് എന്താ പറ്റിയ വീടിന്റെ ഓണർ ഇതാണ് വീടിന്റെ ഓണർ ഇനി ചൂട്ടങ്ങോട്ട് വെച്ചാൽ അങ്ങനെ അപ്പൊ റെഡിയായല്ലോ കുഞ്ഞിനായിട്ട് വെക്കാം അതിന് സൈഡിലോട്ട് വെച്ച് ഇനി എന്തോമയാണ് വരും ഈ തിരി വെച്ചാൽ കുഴപ്പമുണ്ടെങ്കിൽ ഈ തിരി വെച്ചാൽ അത് അവിടെ കൊണ്ട് വെച്ചാൽ അങ്ങനെ
പാലുകാച്ചൊക്കെ നന്നായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പഴയ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് സദ്യയായിരുന്നു കേട്ടോ. അപ്പം നല്ല സദ്യയായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഡിന്നറിന് സമയമായി. കുറച്ച് ദൂരം കേട്ടോ. ദേവുവിനെ പക്ഷെ കാണുന്നില്ല. പൊറോട്ടയും അപ്പവും മുട്ടക്കറിയും വെജിറ്റബിൾ കറിയും ആയിരുന്നു കേട്ടോ. അപ്പം ഓരോന്നും എടുത്തു ഏതാണ് നല്ലതെന്ന് വെച്ചാൽ പിന്നെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നല്ലതായിരുന്നു കേട്ടോ. പൊറോട്ടയും നല്ലതായിരുന്നു, അപ്പവും നല്ലതായിരുന്നു. പൊറോട്ടയാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങുവാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് അറേഞ്ചൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇനിയും വരുമ്പോൾ ഹോം ടൂർ ചെയ്യാൻ കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.